മുരാരിത്തന്ത്രി എന്ന ഇവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തര കലാപം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 16 വയസ്സുള്ള പെൺകുട്ടിയെ കയറി പിടിച്ച മുരാരിത്തന്ത്രി എന്ന ആ നാണംകെട്ട നായണമോനെ 16 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് കേരളം ഞെട്ടലോടെ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. 16കാരിക്ക് നേരെ ഒരു ജ്യോതിഷ തന്ത്രിയുടെ ലൈംഗിക അതിക്രമമെന്ന കൊട്ടാരക്കര പുത്തൂർ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത ഇപ്പോൾ അവൻ ലോക്കപ്പിലാണ്. ഇനിയും അവൻ കാണിച്ചു കൂട്ടിയ നിരവധി കേസുകൾ തെളിയാനുണ്ട്. നിരവധി പരാതിക്കാർ മുന്നോട്ട് വരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മുരാരിത്തന്ത്രി എന്ന ഈ നാണം കെട്ടവനെ, ഈ നായുടെ മോനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം പിണറായി വിജയന്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷവും ഉള്ള ഒരു നാടാണിത്. അവിടെയാണ് ബാബുക്കുറുപ്പ് എന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ മികവിനെ കുറിച്ച് നമ്മൾ പ്രശംസിക്കേണ്ടത്. ബാബുക്കുറുപ്പ് എന്ന സമർത്ഥനായ പോലീസുകാരനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രൈം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടിച്ച പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, പോലീസിന് റിവോൾവർ എന്നാൽ അരയിൽ തൂക്കാനുള്ളതല്ല, ഇത് ചൂണ്ടിത്തന്നെയാണ് പ്രതികളെ പിടിക്കേണ്ടത് എന്ന്. അങ്ങനെ അറിയാൻ കഴിഞ്ഞത് ഈ മുരാരിത്തന്ത്രി എന്ന ഇവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി പല അഭ്യാസങ്ങളും കാണിച്ചിരുന്നു. പക്ഷേ അവനെ തോക്കിൻ മുന്നിൽ ചൂണ്ടി നിർത്തിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന്. ഇവന് നല്ല ഗുമ്മനിടിയും കൊടുത്തു എന്നാണ് പുറത്തുനിന്ന് കിട്ടിയ വിവരങ്ങൾ. സർക്കിൾ ഇൻസ്പെക്ടർ ബാബുക്കുറുപ്പിന്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നവർ ഇവരാണ്: സബ് ഇൻസ്പെക്ടർ ദീപ് പിള്ളൈ, ഗ്രേഡ് SI ഹബീബ്, അതുപോലെ തന്നെ CPO രാഹുൽ, അനീഷ്, ശാന്തിലാൽ, WCPO സൂര്യ. ഈ ഒരു നിലപാടിൽ നമ്മൾ സലോട്ട്. ക്യാമറമാൻ വിജേഷ് വടക്കണം, പുനരജിത് കാര്യത്തിൽ, ന്യൂസ് സ്റ്റോറി.